ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ LPST 709/2023 കാറ്റഗറി നമ്പറിലെ ഫസ്റ്റ് അഡ്വൈസ് 2/7/2025 പോയ ഫസ്റ്റ് അഡ്വൈസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. കുറച്ച് സമയം വൈകി നമ്മൾ 2/7 വന്ന അഡ്വൈസ് ആണ്. നമ്മൾ തിരക്ക് കാരണം കുറച്ച് ഡിലേ ആയി. എങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു പരിശോധനയാണ് ഇന്ന് നോക്കുന്നത്. ഇതിൽ ഏതൊക്കെ DAക്കാർക്ക് പോയി, ഇനി എത്ര പെൻഡിങ് ഉണ്ട്, അടുത്ത അഡ്വൈസ് ഏതൊക്കെയാണ് വരിക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ 504 പേര് കാസർഗോഡ് ജില്ലയിലെ അഡ്വൈസിൽ മെയിൻ ലിസ്റ്റിൽ 504 പേരാണുള്ളത്. അതുപോലെ നമ്മുടെ DA കാറ്റഗറി വിഭാഗത്തിൽ ഇത് വളരെ നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം DA കാറ്റഗറിക്കാണ് ഫസ്റ്റ് അഡ്വൈസ് പോകുന്നത്. DA വിഭാഗത്തിൽ LV കാറ്റഗറിയിൽ 5 പേരും HIയിൽ 2 പേരും LD വിഭാഗത്തിൽ 5 പേരും ആണുള്ളത്. അതുപോലെ MD വിഭാഗത്തിൽ ആരും തന്നെ ഇല്ല. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരുന്ന ഒരു വിഭാഗമാണ്. കഴിഞ്ഞ പ്രാവശ്യം 3% റിസർവേഷൻ DAക്കാർക്ക്. ഇപ്പോൾ 4% ഈ DA MDക്കാരും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തെ പെൻഡിങ് തന്നെ MDക്കാർക്ക് കൊടുക്കാനുണ്ടാവും. ഇപ്രാവശ്യവും MDക്കാരില്ലാത്തതിനാൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. മൊത്തത്തിൽ 12 അൺഫിൽഡ് DA ആണുള്ളത്. അൺഫിൽഡ് DA എന്ന് പറഞ്ഞാൽ അന്ന് ഓരോ ടേണിൽ 3% റിസർവേഷൻ ഉണ്ടായിരുന്നപ്പോൾ ആ 3 വിഭാഗത്തിനും പെൻഡിങ് ഉണ്ടായിരുന്ന ടേണുകളാണ്. അന്ന് അവരുടെ ലിസ്റ്റ് എക്സോസ്റ്റ് ആയി പോയതുകൊണ്ട് അവർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന 12 ഒഴിവുകളാണ്. പിന്നെയുള്ളത് 1 ഫ്രഷ് ഒഴിവാണ്. ആ 12 ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് 2020 വന്നൊരു ഒഴിവാണ്. അന്ന് 701 സീരിയൽ നമ്പറിൽ DA LVക്കാരന് കൊടുക്കേണ്ട ഒഴിവായിരുന്നു. പക്ഷെ അന്ന് ആളില്ലാത്തതിനാൽ അന്ന് മുതൽ റിസർവ് ചെയ്ത ഒഴിവാണ്. അതുപോലെ HI LD ഇത് 2 ഇത് 2 ഒഴിവാണുള്ളത്. ഇത് 2020 വന്ന മറ്റൊരു ഒഴിവാണ്. 734 767 എന്നീ 2 ഒഴിവുകൾ സീരിയൽ നമ്പറിലെ ഒഴിവുകളാണ്. ഒന്ന് HI ഒന്ന് LD. വീണ്ടും 801 സീരിയൽ നമ്പർ വന്നപ്പോൾ LV ഇട്ടിട്ടാണായിരുന്നു. അതുപോലെ 834 867 DA 3% ഉണ്ടായിരുന്നപ്പോഴുള്ള ടേണുകൾ ഒന്ന് എല്ലാ സീരിയൽ നമ്പറും ഒന്നാമത്തെ ടേണ് LVക്കാരനായിരിക്കും. പിന്നെ 34ാമത്തെ ടേൺ HIക്കാരനും 67 DA LDക്കാരനുമാണ്. അങ്ങനെ 100 റൊട്ടേഷൻ വരുമ്പോൾ ഈ സീരിയൽ നമ്പറിൻ്റെ അനുസരിച്ചാണ് ഈ DA കാറ്റഗറിക്കാരനുള്ള റിസർവേഷൻ പോകുന്നത്. അതുകൊണ്ടാണ് 1 34 67 വീണ്ടും 34 HI ടേണാണ്. ഇവിടെ 834 ഇവിടെ 934 അങ്ങനെ HIക്കുള്ള ടേണ്. വീണ്ടും 901 ഇത് LVക്കുള്ള ടേണാണ്. പിന്നെ ഇവിടെ 2 ഒഴിവുകൾ, അതൊന്ന് LDക്കും ഒന്ന് LVക്കും. പിന്നെ വീണ്ടും HI LD അങ്ങനെ മൊത്തത്തിൽ 12 ഒഴിവുകളാണ് പെൻഡിങ് ഉള്ളത്. ഇതാണ് അൺഫിൽഡ് DAയിലുള്ള 12 ഒഴിവ്. അതുപോലെ ബാക്കിയുള്ള ഒരു ഫ്രഷ് വേക്കൻസി അത് 1/6/2025 വരുന്ന ഒരു ഒഴിവാണ്. റിപ്പോർട്ട് ചെയ്ത 2024 ഇനി NJD ഒന്നും തന്നെ ഇല്ല. അതായത് ആരും അഡ്വൈസ് കൊടുത്തിട്ട് ജോയിൻ ചെയ്യാതിരുന്ന അങ്ങനെയുള്ള ഒരു ഒഴിവുകളൊന്നും ഇതിലില്ല. പിന്നീട് ഇത് NCA ടേണുകളാണ്. അത് നമ്മൾ അത്ര കാര്യമാക്കേണ്ടതില്ല. പിന്നീട് 4 TPO ടേണുകളാണ്. TPO നമ്മുടെ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ TPO പ്രകാരമായിരിക്കും പോവുക. TPO അതായത് SC, മുസ്ലിം, EBT, OBC ഇങ്ങനെ 4 TPO ടേണുകളാണുള്ളത്. റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം ഇവർക്ക് പോയിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമ്മുടെ കഴിഞ്ഞ അഡ്വൈസ് ലിസ്റ്റിൽ അവസാനം 91 ഓപ്പൺ കാറ്റഗറിക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പുതിയ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 92ലാണ്. റൊട്ടേഷൻ ചാർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയില്ലെങ്കിൽ അത് മറ്റു വീഡിയോകൾ പരിശോധിക്കുക. നമ്മുടെ റൊട്ടേഷൻ ചാർട്ട് പ്രകാരം 92 ആണ് പോകേണ്ടത്. 92 ST വിഭാഗത്തിലുള്ളതാണ്. ഇതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ TPOക്ക് അഡ്വൈസ് പോകണം. അതിനു മുൻപ് DA പെൻഡിങ് ഉണ്ടെങ്കിൽ അതായിരിക്കും ആദ്യം പോവുക. DA പെൻഡിങ് നമ്മുടെ റൊട്ടേഷനിലെ സീരിയൽ നമ്പർ നിലവിലുള്ളത് 1092 വരെയാണ് കഴിഞ്ഞത്. 1093ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ അഡ്വൈസ് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ 701 ഫസ്റ്റ് 12 പെൻഡിങ് ഉള്ള അഡ്വൈസുകൾ ഓരോന്നോരോന്നായി കൊടുത്തിരിക്കുകയാണ്. DA LVക്കാരന് ഒന്നാമത്തേത് കൊടുത്തു. HI ടേണുള്ളത് HI
LD, വീണ്ടും LV, HI, DA, LD, അങ്ങനെ അവിടെ പെൻഡിങ് ഉള്ള ടേണുകൾ ഓരോന്നോരോന്നായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ DA HI കാരനാണ്. HI ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അഡ്വൈസിൽ 2 HI കാരനെ ആകെയുള്ളൂ. നമ്മൾ റാങ്ക് ലിസ്റ്റിൽ മൊത്തത്തിൽ 2 പേരേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ HI വന്നപ്പോൾ HIക്ക് കൊടുക്കാൻ ആളില്ല, ഈ റാങ്ക് ലിസ്റ്റിനും ആളില്ല. അതുകൊണ്ട് അത് പാസ് ഓവർ ചെയ്ത് LD കാരന് കൊടുത്തിരിക്കുകയാണ്. DA റിസർവേഷൻ്റെ ഒരു പ്രത്യേകത, ആദ്യത്തെ വർഷം ആ കാറ്റഗറിയിൽ ആളില്ലെങ്കിൽ അത് അടുത്ത റാങ്ക് ലിസ്റ്റിന് കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കും. ഇനി ആ വർഷം ആളില്ലെങ്കിൽ, അതായത് കഴിഞ്ഞ വർഷം മാറ്റിവെച്ച ഒഴിവാണ്, ഇപ്രാവശ്യവും ഇതില്ലെങ്കിൽ DA കാറ്റഗറിയിലുള്ള മറ്റു വിഭാഗത്തിന് പാസ് ഓവർ ചെയ്യും. അങ്ങനെ LD കാരന് കൊടുത്തിരിക്കുകയാണ്. ഇത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതും ഇതുപോലെ LD കാരനുള്ള ഒരു ഒഴിവാണ്. ഇവിടെ LV, വീണ്ടും HI ഇവിടെ വന്നു. HIക്ക് ആളില്ലാത്തതിനാൽ, നേരത്തെ HIയിൽ ആളില്ലാത്തതിനാൽ പാസ് ഓവർ ടു LD കാരനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം മറ്റു DA കാറ്റഗറിക്കാർക്ക്, അതായത് MDക്ക് ആദ്യം കൊടുക്കും. അപ്പോൾ MDയിലും ആളില്ല, അതുകൊണ്ട് വീണ്ടും പാസ് ഓവർ ടു LV. അങ്ങനെ LV കാരന് കൊടുത്തു. അതിൻ്റെ എങ്ങനെയാണ് ഇത് LV കാരന് കിട്ടിയത് എന്നുള്ളതാണ് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. ഇവിടം വരെ ഫസ്റ്റ് ആ പെൻഡിങ് എങ്ങനെ വന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ ആളില്ലാത്തതിനാൽ ആർക്കൊക്കെ കൊടുത്തു, വീണ്ടും ആളില്ലാത്തതിനാൽ കൊടുത്തു എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് LV കാരന് ഈ HI കാരൻ വന്നിരിക്കുന്നത്, HI ടേൺ എങ്ങനെ LV കാരന് വന്നു എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 12ാമത്തെ അഡ്വൈസും കൊടുത്തു. അപ്പോൾ 12 അൺഫിൽഡ് DA കഴിഞ്ഞു. ബാക്കി ഒരു ഫ്രഷ് ഒഴിവാണുള്ളത്. ഇനി MD വിഭാഗത്തിന് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അവരെ. കാരണം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ തുടക്കത്തിൽ 3% റിസർവേഷൻ, അത് 4% ആക്കിയത് കൊണ്ട് അവർക്കുള്ള അന്നുള്ള എല്ലാ പെൻഡിങ് ടേണുകളും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നായി കൊടുക്കുക. അത് സീരിയൽ നമ്പർ 276 മുതൽ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. സീരിയൽ 276 മുതൽ നമ്മുടെ ഇപ്പോഴത്തെ സീരിയൽ നമ്പർ 1000ആണ്, 1093ആണ്. അതുവരെയുള്ള പെൻഡിങ് ടേണുകളുണ്ട്. അപ്പോൾ ഫ്രഷ് ഒഴിവുകളാണ് ഇവർക്ക് കൊടുക്കുക. ഒന്നാമത്തെ ഫ്രഷ് ഒഴിവ് തന്നെ ഇവർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത് ബാലൻസ് എത്ര, അടുത്ത അഡ്വൈസ് വരുമ്പോൾ എത്ര, ആർക്കൊക്കെ എങ്ങനെയൊക്കെ പോകുന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, അടുത്ത അഡ്വൈസ് വരുമ്പോൾ ആദ്യം അഡ്വൈസ് പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് റിസർവ് ചെയ്ത് വെച്ചിരിക്കുക, ഈ MD കാറ്റഗറിക്കാർക്കായിരിക്കും. അത് 276 ഇപ്പോൾ അഡ്വൈസ് റിസർവ് ചെയ്തത്. ഇനി 376, 476, 576, 676, 700, 800, 900, 1000, അങ്ങനെ 5, 3, 8 ഒഴിവുകൾ ഇനി MD കാറ്റഗറിക്കാർക്ക് റിസർവ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത അഡ്വൈസിലെ ആദ്യത്തെ 8 ഒഴിവുകൾ MD കാരന് റിസർവ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ TPO ടേണുകൾ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ആ TPO ടേണുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഒറിജിനൽ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത അഡ്വൈസിൽ MD കാരനുള്ള 8 ഒഴിവുകൾ കഴിഞ്ഞാൽ പിന്നെ അഡ്വൈസ് ലഭിക്കുക SC വിഭാഗത്തിലെ ആദ്യത്തെ ആൾക്കായിരിക്കും, പിന്നെ മുസ്ലിം, പിന്നെ EBT, പിന്നെ OBC. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടേണുകൾ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു കാസർഗോഡ് LPSTയുടെ ഒരു ഇപ്പോഴത്തെ ആദ്യത്തെ അഡ്വൈസ് കഴിഞ്ഞപ്പോൾ ഉള്ള സ്റ്റാറ്റസ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക.